സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കയ്യിൽ മൂർച്ചയുള്ള പാറക്കല്ലുമായി നബി തങ്ങളെ വധിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ഐന സാഹിബ്, എവിടെ നിന്റെ ചങ്ങാതി, എവിടെ നിന്റെ കൂട്ടുകാരൻ, എവിടെ നിന്റെ മുഹമ്മദ്? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തേ? എന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചുവല്ലോ, എന്റെ ഭർത്താവിനെ ആക്ഷേപിച്ചുവല്ലോ. എന്റെ ചങ്ങാതിയോ? എന്റെ ചങ്ങാതി അങ്ങനെ ആളുകൾ ആക്ഷേപിക്കില്ലല്ലോ. അല്ലല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അതെന്റെ ചങ്ങാതി ആക്ഷേപിച്ചതല്ല, അത് അല്ലാഹു ആക്ഷേപിച്ചതാണ്. എന്റെ ചങ്ങാതി അങ്ങനെയൊന്നും ആക്ഷേപിക്കൂല, അല്ലാഹു ആക്ഷേപിച്ചതാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും നശിച്ചിരിക്കുകയാണ്. സയസ്ലാ നാറാ ദാത ലഹബ്. ആളിക്കത്തുന്ന തീയിൽ, ആളിക്കത്തുന്ന നരകത്തിൽ രണ്ടുപേരും പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയപ്പോഴാണ് ആ മക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ, മക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ അഭിമാന പ്രശ്നമുണ്ടായി. ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കുന്നത്. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, തൊട്ടടുത്തുള്ള നബി തങ്ങളെ കാണുന്നില്ല. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, കാരണം സിദ്ദീഖ് തങ്ങളെ വധിക്കാനല്ല വന്നത്. നബി തങ്ങളെ കാണുന്നില്ല. എന്റെ ഹിജാബൻ മസ്തൂറാ, അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കാൻ. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിച്ചാൽ 100 ഒട്ടകം സമ്മാനം തരാമെന്ന് പറഞ്ഞില്ലേ? 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 100 ഇന്നോവ ഒക്കെ പിടിക്കാൻ നമ്മൾക്കല്ലേ, ഒരു മേഴ്സിഡീസ് 100 മേഴ്സിഡീസ് ബെൻസ് തരാം. എന്നാൽ നാളെ തലെടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കൂല. എന്തിന്? 200 രൂപയ്ക്ക് തലെടുക്കുന്ന കാലാണിത്. കൊട്ടേഷൻ നൽകി 200 രൂപ കൊടുത്ത തലെടുത്ത് തരും. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാടിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, അല്ലെ? കൊലപാതകങ്ങൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാലമാണ്, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന കാലമാണ്. 200 രൂപയ്ക്ക് പോലും കൊലപാതകം നടത്തിയിട്ടുണ്ട്. അപ്പോ ഒരു 100 മേഴ്സിഡീസ് ബെൻസ് തരാം. നാളെ തലയെടുക്കുമെന്ന് വെച്ചാൽ ഉറപ്പിലെടുക്കും. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? നബി തങ്ങളെ തലയെടുക്കാൻ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ വീട് വളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. പക്ഷേ നബി തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ. എന്നോതി ഒരു പിടി മണ്ണ് വാരി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ ഒരു പിടിച്ച വാളുമായി നിൽക്കുന്ന കിങ്കരന്മാരുടെ മുഖത്തെ തെറിഞ്ഞപ്പോൾ അവരൊന്ന് കണ്ണ് തിരുമ്മി തുറക്കുന്നതിന് മുമ്പേ അവരുടെ ഇടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് രക്ഷപ്പെട്ടു. ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു മറയിട്ട് കൊടുത്തു. കണ്ടില്ല, അത് അസാധ്യമായൊരു സംഭവമല്ലേ? ഊരിപ്പിടിച്ചു നിൽക്കുന്ന, വാളും പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ നബി തങ്ങൾ പോയി. അവർക്ക് കണ്ടില്ല. എന്റെ ഖുർആൻ ഓതൂ, നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ ഖുർആൻ ഓതേണ്ടതുപോലെ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും. പക്ഷെ എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിക്കുന്നത്. ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു, തമ്പടിച്ചു. അപ്പൊ ചോദിച്ചു, അല്ല, നിങ്ങളിൽ ഇന്ന് വാച്ച്മാനായി നിൽക്കാൻ, ഇന്ന് നമ്മുടെ ഈ ടെന്റിനെ, ഈ ക്യാമ്പിനെ നിങ്ങൾക്കിടെ കാവൽക്കാരായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാണോ? രണ്ടുപേര് ചാടി എണീറ്റു. നബിയെ, ഞങ്ങൾ തയ്യാറാണ്. ആരാണ്? ഒന്ന് അബ്ബാദ് ബിൻ ബിശ്ർ, രണ്ട് മഹാനായ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു.
രണ്ടുപേരും നബി തങ്ങൾ പറഞ്ഞു, ഏതൊക്കെ സമയത്ത് ആരൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പൊ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു, രാത്രിയുടെ ആദ്യ പകുതി ഞാൻ നിൽക്കാം, രണ്ടാമത്തെ പകുതി നിങ്ങൾ നിൽക്കണം. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാൻ, ആ യുദ്ധത്തിൽ തോറ്റുപോയ സൈന്യം തിരിച്ചു വന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ ആക്രമിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് രണ്ട് കാവൽക്കാരെ വെച്ച് മഹാനായ നബി തങ്ങൾ ഉറങ്ങാൻ കൊടുക്കുന്നത്. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാരെ നീ ഉറങ്ങിക്കോളൂ, ഞാൻ എന്റെ സമയം കഴിഞ്ഞാൽ നിന്നെ വിളിക്കാം, രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിൽ എണീറ്റാൽ മതി. എല്ലാവരും ഉറങ്ങി. കൂർക്കം വലിക്കാൻ, നിശയുടെ നിശബ്ദത, കൂരിരുട്ടിൽ ആ ശ്മശാന മുഖതയിൽ പച്ചിലകളും മരങ്ങളും കല്ലുകളും അള്ളാഹുവിന്റെ വേണ്ടി തസ്ബീഹ് ചെല്ലുന്നത് പോലെ മഹാനായ അബ്ബാദ് തങ്ങൾക്ക് തോന്നാണ്. يسبح لله ما في السماوات وما في الأرض. ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ആകാശങ്ങളിലുള്ളവരും അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. എന്തിനേറെ ഈ ചരൽ കല്ലുകൾ വരെ അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളിലുള്ള ചില്ലകളിലുള്ള ഓരോ ഇലകളും അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല, നമ്മളത് അറിയുന്നില്ല. എന്തിനേറെ പറയണം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഭൂമിയിലുള്ള എല്ലാ ആളുകളും ആകാശങ്ങളിലുള്ള എല്ലാ ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നബി തങ്ങളത് കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ആ കണ്ണ് ആ കാണാൻ പറ്റുന്ന കണ്ണായി മാറിയിട്ടില്ല. സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്, വൽ ഖമറു ചന്ദ്രനും സുജൂദ് ചെയ്യുന്നുണ്ട്, വൽ ജിബാലു പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ അങ്ങ് കാണുന്നില്ലേ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ടെന്നാണ് ദിനേന. ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നുണ്ട്. മരങ്ങൾ, നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളും കോഴികളും മൃഗങ്ങളും ആടുകളും പശുക്കളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നത് ഞാനല്ല, ഇത് അല്ലാഹുവിന്റെ വചനമാണ്. നമ്മളത് കണ്ടിട്ടില്ല, കാണാനുള്ള കണ്ണായിട്ടില്ല. ഇത് കാണാനോ? ഇത് കാണാൻ എളുപ്പ വഴിയുണ്ട്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കാണാം. സൂര്യൻ സുജൂദ് ചെയ്യുന്നത് കാണാം, മരം സുജൂദ് ചെയ്യുന്നത് കാണാം, കല്ല് തസ്ബീഹ് ചെല്ലുന്നത് കാണാൻ വളരെ സിമ്പിളാണ്. പക്ഷേ അതിലനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. എന്ത് വേണം? മസാല അബ്ദി ബിന്നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ ഔ അർജുല. അല്ലെ, സുന്നത്ത് നിങ്ങൾ അധികരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. സുന്നത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും. ഈ കണ്ണ് അല്ലാഹുവായി മാറിയാൽ ഇവിടെ കിടക്കുന്ന കല്ല് സുജൂദ് ചെയ്യുന്നത് കാണാൻ പറ്റൂല. ഇത് അല്ലാഹയാണ്. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണാണ്. അല്ലാഹു കാണുന്നതൊക്കെ കാണാൻ ഈ കണ്ണിന് സാധിക്കും. എന്ത് വേണം? നിങ്ങൾ സുന്നത്ത് അധികരിപ്പിക്കണം. സുന്നത്തിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കണം. എല്ലാം സുന്നത്ത് ജീവിതം തന്നെ സുന്നത്തിൽ അധിഷ്ഠിതമായാൽ പലതും നിങ്ങൾ കാണാൻ പറ്റും. ആകാശലോകങ്ങളിലുള്ള നിഗൂഢതകൾ അവിടെയുള്ള ഈ കണ്ണുകൊണ്ട് സുന്നത്തിലധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. വളരെ സ്വഹീഹായ ഹദീസാണിത്. ഞാൻ എന്റെ വക പറയല്ല, അല്ലെ? നിങ്ങൾ എന്താ പറഞ്ഞത്? സുന്നത്ത് അധികരിപ്പിച്ചാൽ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും, നിങ്ങളുടെ ചെവി ഞാനായി മാറും, നിങ്ങളുടെ കൈ ഞാനായി മാറും, നിങ്ങളുടെ കാല് ഞാനായി മാറും. അപ്പോഴാണ് ചില അള്ളാഹുവിന്റെ ഔലിയാക്കൾ കണ്ണ് കാണാത്ത ആളുടെ കണ്ണിൽ നിന്ന് തടവുമ്പോ ആ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്. കാരണം ഈ കൈ അള്ളാഹുവിന്റെ കൈയാണ്. സുന്നത്ത് അധികരിപ്പിച്ചപ്പോ ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറി. ചില ആളുകൾ മന്ത്രിച്ചൂതുമ്പോ ക്യാൻസറിന് ശിഫ ലഭിക്കുന്നത് ഈ ചുണ്ട്, ഈ നാവ് റബ്ബിന്റെ നാവായി മാറി. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവാ. എന്തേ ഇത് പറഞ്ഞത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തളങ്ങളഞ്ഞിരിക്കും രഹസ്യങ്ങൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കണ്ണ് റബ്ബിന്റെ കണ്ണായി മാറി. ഇത് അള്ളാഹുവിന്റെ കണ്ണാണ്. അള്ളാഹുവിന്റെ കണ്ണായ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, എത്ര ആളുകൾക്ക് ഇതൊരു 10 മണി വരെ പോകണമല്ലോ, 9:30 നിർത്തണം എന്നുള്ളതൊക്കെ വേല പറയുന്ന ആൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ്. എളുപ്പമാണ്. ചെറുപ്പക്കാരൊക്കെ ദീനിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അദ്ദേഹം ഇങ്ങനെ മരങ്ങളും പച്ചിലകളും എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുട്ടിൽ അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കാതെ, അള്ളാഹുമായിട്ടൊരു അഭിമുഖം, അള്ളാഹുമായിട്ടൊരു സംസാരം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പതുക്കെ പോയി വുളൂ ചെയ്തു. എന്നിട്ട് ആ ശ്മശാന മൂകതയിൽ പതുക്കെ അള്ളാഹുവിനെ കൈകെട്ടി, എന്നിട്ട് ഫാത്തിഹ ഓതി.
ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. عباد تنقل